അങ്ങനെ നമ്മൾ പഞ്ചാബിൽ ഭയങ്കര സത്യം പറഞ്ഞ് എന്താ പറയാണ്ട് തോന്നില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ ഒരു സ്വീകരണമൊക്കെ കിട്ടുന്നത്. അതും നമ്മുടെ നാട്ടിൽ നിന്നല്ല, നമുക്കറിയാവുന്നവരല്ല, എൻ്റർലി ഫ്രം ഡിഫറെൻറ്റ് പ്ലേസ്, ഡിഫറെൻറ്റ് പീപ്പിൾ, ഒട്ടും അറിയാത്തവര്. ഇറങ്ങണം. ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബൊക്ക കണ്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അവരെൻ്റെ അടുത്ത് ബൊക്കം കൊണ്ട് വന്നപ്പോഴത്തേക്കിന് എനിക്ക് ബൊക്ക വന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി ഞാൻ. ആൻഡ് ഞാൻ ഹോട്ടലിൽ വന്നപ്പോൾ എൻ്റെ ഫോട്ടോ ഉള്ള ഫ്ലെക്സ് ആൻഡ് സ്റ്റുഡൻസ് അതിൻ്റെ ചുറ്റിനും ലൈക്ക് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു, എന്നെ വെൽക്കം ചെയ്യുന്നു, റൂമിൽ കൊണ്ടാക്കുന്നു, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. ലിറ്ററലി VIP ട്രീറ്റ്മെൻറ്റ്. എന്താ പറയാ, ഭയങ്കര സന്തോഷം ദി പീക്ക്. 2 hours later. ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഓരോ തിണ്ടികൾ വിളിച്ച് എന്നെ ഉണർത്തി. എഞ്ചിനെ വന്നു, എങ്ങനെ വന്നു, താങ്ക്സ്. ഒന്നാമത്തെ കാര്യം, ഫ്ലൈറ്റിൽ എന്നെ കുട്ടി ഉറക്കില്ല, ഇവിടെ വന്നിട്ടൊരു പട്ടി എന്നെ ഉറക്കില്ല. മൊത്തത്തിൽ അയ്യോ എന്നെ തലയൊക്കെ ഇപ്പോൾ പെട്ട്. സോ അവിടെ ലസ്സി, ഇറ്റ്സ് അമൃത്സർ സ്പെഷ്യൽ ലസ്സി. ഇറ്റ്സ് ഗുഡ്. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ വന്നാൽ നടുക്കഷ്ണം തിന്നണമെന്നൊക്കെയാണ് പറയുന്നത്. സോ ഐ ഓർഡർഡ് എ കുൽച്ച, ഒനിയൻ കുൽച്ച. എന്തോ ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണെന്നാണ് പറയുന്നത്. സോ ഓർഡർ ദാറ്റ്. കഴിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമല്ല, പക്ഷെ എന്നിട്ട് ചുമ്മാ ട്രൈ ചെയ്യല്ലോ. സൂപ്പർ. ഇതാണത്. കാണാൻ പറ്റുന്ന സാധനം കുൽച്ചയും. ഞാൻ ഒനിയൻ കുൽച്ചയാണ് പറഞ്ഞത്. Not bad. It's good. ഒന്നാമത് എനിക്ക് സൈഡിലോട്ടുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല, ഞാൻ കഴിക്കില്ല. ഇവിടെ വന്നപ്പം ലൈക്ക് ദേ സെഡ് ട്രൈ വിത്ത് ദ ക്വസ്റ്റ്യൻസ്, മുമ്പേ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. ഓക്കെ പറഞ്ഞല്ലോ, ആടെങ്കിൽ ഈ ക്യാമറ ട്രൈ ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, സവാള ഇട്ട ചപ്പാത്തി കടലക്കറി കഴിക്കുന്ന ടേസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് വേറെ പേരിട്ട് വിളിക്കുന്നു. ഇത് ഇവിടുത്തെ ആരും കാണില്ല, കഴിച്ചിട്ടല്ലോ. ബൈ. ഒരാവേശത്തിന് സാരി കൊടുത്തിട്ട് വന്നു. ഒടുക്കത്തെ തണുപ്പ ഇവിടെ. ഇവരാരും പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാകുന്നത്. കുഴപ്പമില്ല. I reached the college, the school. നാളെ ഇവൻ്റ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഇന്ന് ഇവിടെ ഒരു ഡിന്നർ പാർട്ടി ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് റിഹേഴ്സൽ സെഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ നമ്മുടെ ടീം ഡിന്നറൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ റൂമിൽ വന്നു, ഒരു കാപ്പി ഇട്ടു. ഇവിടെ നല്ല തണുപ്പാണ്. വിചാരിച്ച പോലെ ചേച്ചി തണുപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയായിട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ കോഫിയൊക്കെ ഇട്ടു. ദിസ് മൈ വിൻഡോ വ്യൂ, സച്ച് എ ഗുഡ് വ്യൂ. ഐ ലവ്ഡ് ഇറ്റ്. നോക്കൂ. ദ ബ്യൂട്ടി ഓഫ് അമൃത്സർ. ഇതല്ല, എന്നാലും എനിക്ക് കാണാൻ പറ്റുന്ന ബ്യൂട്ടി ഓഫ് അമൃത്സർ. സോ എൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു പ്രാക്ടീസ്. നാളത്തേക്ക്
സോ ഇന്ന് എപ്പോൾ ഉറങ്ങാൻ പറ്റും എന്നോട് എന്തായാലും യെസ് ബൈ. വെൽക്കം ടു ഡേ 2. രാവിലെ ഒന്നിനും സമയം കിട്ടിയില്ല, ശരിക്കും വെക്കേറ്റ് ചെയ്യണമായിരുന്നു. ഈവൻ്റ് ഇന്നാണ്, ഷൂട്ടിന് പോകണം. സോ ഐ എം ഓൺ ദി വേ. ഒന്നും എടുത്തില്ല, മറ്റു വീഡിയോ എടുത്തില്ല, ആദ്യം ഒന്നുമില്ല, കുറച്ചുകൂടെ സമയം കിട്ടിയില്ല. അതിന് അടുപടുന്ന് തേഞ്ഞിട്ടിരിക്കുകയാണ്. അറിഞ്ഞോളാം ശതവടയിൽ നിന്ന് പാക്ക് ചെയ്ത് ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തെന്ന് അറിഞ്ഞോളാം. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവിടെ എന്തെങ്കിലും വിളിക്കാൻ. അതെന്താ പറയുക, നല്ല ടെൻഷനുണ്ട്, പേടിയുണ്ട്, അറിഞ്ഞൂടാ. രാവിലെ മൊത്തത്തിൽ ഭയങ്കര ഹറി ബറിയാണ്, എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതായിരുന്നു എനിക്ക് കാണാൻ പറ്റിയ പഞ്ചാബ് ഫ്രം കാർ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ ഫുള്ള് ടെഡെക്സ് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഭയങ്കര നൈസ് ആംബിയൻസ്, നല്ലൊരു വെൽക്കം കിട്ടി. ആൻഡ് ഇപ്പോൾ ഈ കാണുന്നത് ആൾക്കാരുള്ളപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മടിയാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് അവിടുത്തെ മിസ് എന്നെ കൊണ്ട് അവിടുത്തെ കുഷൻസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സ്റ്റോളായിട്ട് കയറി ഇറങ്ങി അത് കഴിക്കുക, ഇത് കഴിക്കുക, അത് കഴിക്കുക, ഇത് ട്രൈ ചെയ്യും എന്നൊക്കെ പിന്നെ തന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ക്ലിപ്പ്. പാവമായിരുന്നു ആ മിസ്, ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തൊട്ട് എനിക്ക് വേണ്ടിയിട്ട് റൂം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഫുഡൊക്കെ കൊണ്ടുപോയി എല്ലാത്തിനും ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ എന്തിനു വേണോ ഒക്കെയാണോ ചോദിച്ചിട്ട് ഭയങ്കര ത്രൂ ഔട്ട് ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു. എനിക്ക് മോസ്റ്റ്ലി അമൃത്സറിൽ ഏറ്റവും ഇഷ്ടമായ അവിടുത്തെ ആൾക്കാരാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, ഭയങ്കര കൈൻഡ് ഹേർട്ടഡ് ആയിരുന്നു അവരെല്ലാവരും, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഭയങ്കര നൈസ് പീപ്പിൾ ആയിരുന്നു. ഞാൻ നോർത്തിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത്. ബട്ട് ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. ആൻഡ് ഇതായിരുന്നു ഞാൻ കഴിച്ചത്. ഞാൻ അവിടുത്തെ ഫുഡ് അധികം കഴിക്കാൻ നിന്നില്ല, കൂടെ പാട്ടൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ കൂടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ഫുഡ് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതിന് സോ ഞാൻ നമ്മുടെ ഫുഡിന് കഴിച്ചു. 3 hours later. ഗൈസ്, അങ്ങനെ ഇവൻ്റ് കഴിഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഐ ആം പ്ലാനിങ് ടു വിസിറ്റ് ഗോൾഡൻ ടെമ്പിൾ. ഇവിടെ തന്നെ കൊണ്ടുപോകും അത് പറഞ്ഞു, അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞാൻ നെർവസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ടോക്ക് ആയതുകൊണ്ട് തന്നെ പേടിയുണ്ടായിരുന്നു തെറ്റിക്കുമോ എന്നൊക്കെ. പക്ഷേ സംസാരിച്ചപ്പോൾ തന്നെ ലൈക്ക് എൻ്റെ ഫ്രണ്ടിൽ സ്ക്രീൻ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ നോക്കിയില്ല. സംസാരിച്ച് തുടങ്ങിയപ്പോൾ എവിടെ നിന്നൊക്കെയോ കോൺഫിഡൻസ് വന്നു. എൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. സോ എൻ്റെ കഥ എനിക്ക് നോക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു. ആൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ കയ്യടി ആൻഡ് ക്രൗഡിൽ നിന്ന് കിട്ടിയ കമൻസ് ഒക്കെ കേട്ടിട്ട് ആൻഡ് കുറേ ആൻഡ് സ്റ്റേജിൽ വെച്ച് എനിക്ക് അവാർഡ് തന്നിരുന്നു. ആൻഡ് അത് റിസീവ് ചെയ്യുമ്പോഴത്തേന് ലിറ്ററലി കണ്ണൊക്കെ നിറഞ്ഞു. കാരണം സത്യം ഞാൻ പ്രൗഡ് മൈ സെൽഫ്. ഇപ്പോൾ എനിക്കൊരിക്കലും ഇത്ര ഇത് കിട്ടുക അല്ലെങ്കിൽ ഇത്രയൊക്കെ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. സോ എന്താ പറയണമെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷം. വേണ്ട കൂടുതൽ പറഞ്ഞാൽ ഞാൻ കരയും, എൻ്റെ ആവശ്യമില്ല, വെറുതെ തന്നെ നിങ്ങളോട് കരയുന്നത് കാണുന്നത്. എല്ലാവരും സോറി, ഇമോഷണലി കുറച്ച് ഇതാണ്. സോ എനിക്കൊന്നും സംസാരിക്കാൻ വരുന്നില്ല. ഇതിൻ്റെ എൻഡിങ് പാർട്ട് പിന്നെ എടുക്കാം. ഒന്നും വിസിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഫ്ലൈറ്റിൽ കയറി. ഭയങ്കര നൈസ് വ്യൂ ആയിരുന്നു, നല്ലൊരു സൺറൈസ് വന്നു. നൈറ്റുള്ള ട്രാവലിൻ്റെ വ്യൂ ആയി കാണുന്നത് ഭയങ്കര നൈസായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സക്സസ്ഫുള്ളി നമ്മൾ കൊച്ചി എത്തിയിരിക്കുന്നു ഗൈസ്.